വൃശ്ചികം 1-ന് ആരംഭിച്ച ശബരിമല തീർത്ഥാടന മകരവിളക്കും കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദേവസ്വം മന്ത്രി VN വാസവന് അഭിമാനിക്കാം. 5 പതിറ്റാണ്ടിനിടെ ഒരു പരാതിയുമില്ലാതെ ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകുന്നു. ഇത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ദക്ഷിണേന്ത്യയിൽ ഒരു സമയം ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന കേന്ദ്രമാണ് ശബരിമല. അവിടെയാണ് നവചരിതമെഴുതി ഒരു തീർത്ഥാടന കാലത്തിന് സമാപനമാകുന്നത്. മന്ത്രിയായ VN വാസവൻ നേരിട്ടാണ് ഇത്തവണ തീർത്ഥാടന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ വർഷം മകരവിളക്ക് സന്ദർശിക്കാൻ സന്നിധാനത്തും പരിസരങ്ങളിലുമായി തങ്ങിയെന്നാണ് റിപ്പോർട്ട്. ശബരിമല തീർത്ഥാടനത്തിന്റെ ചരിത്രത്തിൽ ഇത് റെക്കോർഡാണ്. ഇത്രയും പേർക്ക് ഒരു പരാതിയുമില്ലാതെ തീർത്ഥാടനം നടത്താൻ കഴിഞ്ഞു എന്നത് ഇത്തവണത്തെ പ്രത്യേകതയായി. ശബരിമല ശ്രീകോവിലിന് മുന്നിൽ മന്ത്രി വാസവൻ നിന്ന രീതിയെ ചോദ്യം ചെയ്ത ചിലർ രംഗത്ത് വന്നിരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടിയും ശ്രദ്ധേയമായി. മന്ത്രിക്ക് വിശ്വാസമില്ലാത്തതിനാലാണ് കൈ കെട്ടി നിന്നതെന്നായിരുന്നു വിമർശനം. ഇതിനു മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: തീർത്ഥാടകരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് എന്റെ വിശ്വാസം പൂർണ്ണതയിലെത്തുന്നതെന്ന്. ശബരിമല തന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഇത്തവണത്തെ തീർത്ഥാടനത്തെ പറ്റി നല്ല രീതിയിലാണ് സംസാരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത 2 അവലോകന യോഗങ്ങളടക്കം 6 ഉന്നതതല യോഗങ്ങളാണ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്നത്. മന്ത്രി എന്ന നിലയിൽ ഏറ്റുമാനൂർ, എരുമേലി, ചെങ്ങന്നൂർ, പന്തളം, ഇടത്താവളങ്ങളിലും ഒക്ടോബർ 29-ന് പമ്പയിലും യോഗം വിളിച്ചു ചേർത്തു. വനം വന്യജീവി വകുപ്പ് മന്ത്രി, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പമ്പയിൽ എല്ലാ വകുപ്പുകളുടെയും അവസാനഘട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നത്. അവിടെ എടുത്ത തീരുമാനങ്ങൾ പൂർത്തീകരിച്ച ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രധാന ചുമതലകളടക്കം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും അവലോകന യോഗം നടത്തി. ജൂലൈയിൽ ആരംഭിച്ച മുന്നൊരുക്കങ്ങളുടെ വിജയമാണ് ഭക്തർക്ക് സന്തോഷപൂർണമായ തീർത്ഥാടന കാലം നൽകിയത്. ഇതിനായി കഠിന പ്രയത്നം ചെയ്ത ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി ഭരണസിരാ കേന്ദ്രങ്ങളിൽ എണ്ണയിട്ട യന്ത്രം പോലെ ഒരേ മനസ്സോടെ നിന്ന അനേകം ആളുകളുടെ പ്രവർത്തന വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു.